നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കുട്ടികൾക്ക് സ്കൂളിൽ കൊടുത്തുവിടാൻ പറ്റിയ ഒരു ലഞ്ച് ബോക്സ് റെസിപ്പി ഈസി ഫ്രൈഡ് റൈസ് ആണ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. സംസാരം ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. രുചി തേടിയുള്ള യാത്ര ഇന്ന് എത്തി നിൽക്കുന്നത് തേവര ഫെറിക്കടുത്താണ്. അപ്പോൾ നമുക്ക് തേവര ഫെറിക്കടുത്ത് നമുക്ക് ഭക്ഷണം ഉണ്ടാക്കി തരാൻ പോകുന്നത് രഞ്ജു ധനുഷാണ്. അപ്പോൾ രഞ്ജു ധനുഷ് എന്താണ്? വെൽക്കം ടു ദ ഷോ. എന്തുണ്ടാക്കാൻ പോകുന്നത്? ഓക്കെ, നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കുട്ടികൾക്ക് സ്കൂളിൽ കൊടുത്തുവിടാൻ പറ്റിയ ഒരു ലഞ്ച് ബോക്സ് റെസിപ്പി ഈസി ഫ്രൈഡ് റൈസ് ആണ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. ഓക്കെ, ഈസി ഫ്രൈഡ് റൈസ് ആണ്. അപ്പോൾ എല്ലാ പുതിയ ന്യൂജൻ അമ്മമാർക്കും ഹെൽപ്ഫുൾ ആയിട്ടുള്ള റെസിപ്പിയാണല്ലേ, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റം. അപ്പോൾ തുടങ്ങിയാലോ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ ഒരു ഗ്ലാസ് അരി എടുത്ത് വെച്ചിട്ടുണ്ട്, നമ്മൾ കഴുകി വെച്ചിട്ടുണ്ട്. അതിന് നമ്മൾ ഇനി 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചത് വേവിക്കാൻ പോവുകയാണ്. ഓക്കെ, ഗ്യാസ് കത്തിച്ചിട്ട് നമ്മൾ സാധനം ഇറക്കി വെച്ചു. നമ്മൾ അരി കഴുകി വെച്ചിട്ടുണ്ട്. നേരത്തെ കഴുകി വെച്ച അരി കുക്കറിലേക്ക് ഇടണം. ഫ്രൈഡ് റൈസിൻ്റെ കാര്യത്തിൽ മെയിൻ ശ്രദ്ധിക്കേണ്ട ഈ വേവാ അല്ലേ, അത് കറക്റ്റായി കിട്ടാൻ കുറച്ച് പാടാണ്. 1 ഗ്ലാസ് അരിക്ക് നമ്മൾ ഒരു 1.5 ഗ്ലാസ് വെള്ളമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എടുത്തിട്ട് അതിലേക്ക് നമ്മൾ ഒരു ആവശ്യത്തിന് ഉപ്പിടുക. ഒരു ടീസ്പൂൺ ഉപ്പിടുക. നന്നായിട്ടൊന്ന് ഇളക്കിയേക്കാം. ഇളക്കി അത് ആവശ്യത്തിനുള്ള ഉപ്പിട്ട ശേഷം നമ്മൾ നന്നായിട്ട് ഇളക്കിയിട്ട് വേവിക്കാൻ അടച്ചു വയ്ക്കാം. ഓക്കെ, ഇനി അത് വേവട്ടെ. എത്ര മിനിറ്റ് എടുക്കും ഏകദേശം? ആദ്യത്തെ കുറച്ച് സമയത്തേക്ക് നമുക്ക് തിളക്കുന്നവരെ ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെക്കാം. അതിനുശേഷം നമുക്കത് മീഡിയം ആക്കി വെച്ചിട്ട് ആ വെള്ളം വറ്റുന്ന ഒരു സമയം മതി, വേഗം തന്നെ ആവും. രഞ്ജു ധനുഷ് നമ്മളെ പ്രേക്ഷകർക്ക് പുതിയ മുഖമാണ്. അപ്പോൾ രഞ്ജു ധനുഷിനെ പറ്റി എല്ലാവർക്കും അറിയാൻ ആഗ്രഹം ഉണ്ടാവും. അപ്പോൾ നമുക്ക് രഞ്ജുവിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാം. എന്താ രഞ്ജു, എങ്ങനെയാണ് കുക്കിംഗ് ഇഷ്ടമാണോ? അല്ലെങ്കിൽ കുക്കിംഗ് അങ്ങനെ ഒത്തിരി പണ്ട് തൊട്ടേ ചെയ്യുന്ന ആളൊന്നുമല്ല. ഞാൻ കല്യാണം കഴിഞ്ഞതിന് ശേഷം ആണ് കുക്കിങ്ങിലോട്ടൊക്കെ വന്നത്. അതിന് മുന്നേ ഒന്നും അങ്ങനെ ഒത്തിരി കുക്കിംഗ് ഒന്നും ചെയ്യുന്നില്ല. എന്നാലും കുഴപ്പമില്ലാതെ കുക്ക് ചെയ്യും. വീട്ടിലാരൊക്കെയാണ് ഇപ്പോൾ? വീട്ടിലിവിടെ ഹസ്ബൻഡും എനിക്ക് 2 കുട്ടികളും ഹസ്ബൻഡിൻ്റെ പേരൻസും ആണുള്ളത്. മൂത്താള് മോൻ LKG പഠിക്കുന്നു, മോള് 2.5 വയസ്സ്. അപ്പോൾ അടുപ്പിച്ചുള്ള 2 കൊച്ചുങ്ങളാണ്. അപ്പോൾ അവരുടെ ഇടയിലാണ് കുഞ്ഞു ഈസിയസ്റ്റ് റെസിപ്പീസ് കണ്ടുപിടിച്ചത് ആള്. എങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കി ലഞ്ച് ബോക്സ് റെസിപ്പീസ് കൊടുക്കാന്നുള്ള ആ ഒരു തിങ്കിങ്ങിലാണ് ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ടായത്. അപ്പോൾ ഇനി വരുന്ന എപ്പിസോഡിൽ നമുക്ക് ഈസിയസ്റ്റ് ആയിട്ടുള്ള കുറേ റെസിപ്പീസ് പരിചയപ്പെടാം അല്ലേ? ഓക്കെ, അത് മോന് ഇങ്ങനെ നമ്മൾ പുറത്തൊക്കെ ഇടയ്ക്ക് പോകുമ്പോഴത്തേക്ക് അവനങ്ങനെ പൊതുവെ ഫുഡ് കഴിക്കാൻ ഇത്തിരി മടിയുള്ള കൂട്ടത്തിലാണ്. അപ്പോൾ നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ ഫ്രൈഡ് റൈസ് ഇഷ്ടമാണ്. അപ്പോൾ അവന് സ്കൂളിൽ തുറന്ന സമയത്ത് എന്നോട് പറഞ്ഞു, അമ്മ എനിക്ക് സ്കൂളിൽ ലഞ്ചിന് ഫ്രൈഡ് റൈസ് മതി എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഇതുണ്ടാക്കാമെന്ന് വിചാരിച്ചത്. ഈസിയായിട്ട്, ഭയങ്കര നമ്മൾ നോർമലി ഉണ്ടാക്കുന്ന പോലെ അല്ലേ ഇത്, കുട്ടികൾക്കാകുമ്പോഴത്തേക്കും പെട്ടെന്ന് ഉണ്ടാക്കി കഴിയുമല്ലോ. അങ്ങനെയാണ് ഇതിൻ്റെ ഇൻവെൻഷൻ ഉണ്ടാക്കിയത്. അപ്പോൾ നമുക്കിതൊന്ന് എന്തോന്ന് ചെക്ക് ചെയ്യാം. ജസ്റ്റ് ഒന്ന് നോക്കാം തിളയ്ക്കുന്നുണ്ടോന്ന്. ഓക്കെ, തിളയെല്ലാം വരുന്നുണ്ട്. ഞാനിവിടെ വന്നപ്പോൾ ഇതിൽ ശ്രദ്ധിക്കും, ഇവിടുത്തെ ഗാർഡൻ സെറ്റ് ചെയ്തതും അത് ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ ഭയങ്കര രസമായിട്ടുണ്ട്. ഹോബി അതാണോ, എന്താ സംഭവം? ഹോബിയാണെന്ന് തന്നെ പറയാം. എനിക്ക് പണ്ട് തൊട്ടേ ഇഷ്ടമാണ് ഗാർഡനിങ് ഒക്കെ. അത്യാവശ്യം ചെടി കളക്ഷൻ കുറച്ചൊക്കെ നല്ല കളക്ഷൻ ഉണ്ട് കേട്ടോ. ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ ഇൻഡോർ അതൊക്കെ വെറുതെ ഇങ്ങനെ ഓരോ സമയം കിട്ടുമ്പോഴത്തേക്ക് ഇങ്ങനെ സെറ്റ് ചെയ്ത് കുറച്ച് ഇൻഡോർ പ്ലാന്റ്സ് ഉണ്ട്. ഔട്ട്ഡോറും കുറച്ചൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ വേറെ കുറച്ച് ബോഗൺവില്ല കളക്ഷൻ അവിടെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിനെല്ലാം സെറ്റ് ചെയ്യണം. നമുക്ക് അതുകൂടി കാണാം, പ്ലാന്റ്സിന്റെ കളക്ഷൻ ഒക്കെ കാണാം. നെക്സ്റ്റ് ടൈം വരുമ്പോഴത്തേക്ക് ഞാൻ ഇവിടെയൊക്കെ കൂടുതലായിട്ട് എനിക്ക് തോന്നുന്നു മണി പ്ലാന്റ് ആണെന്ന് തോന്നുന്നു അല്ലേ? ഇൻഡോർ ഞാൻ കുറേ മണി പ്ലാന്റ് വെച്ചിട്ടുണ്ട്. കുറേ ടൈപ്പ് ഓഫ് മണി പ്ലാന്റ്സ് ഉണ്ട് ഇവിടെ. കുറച്ച് വെറൈറ്റി ഉണ്ട്. വെന്തിട്ടുണ്ടോന്നൊന്ന് തുറന്ന് നോക്കാം നമുക്ക്. ഇല്ല, വെള്ളം കുറച്ചുകൂടെ വറ്റാൻ വേണ്ടിയുണ്ട്.
റൈസ് ഇടുമ്പോൾ നമ്മൾ ഫ്രൈഡ് റൈസിൽ എപ്പോഴും കോംപ്ലിക്കേഷൻ ഉണ്ടാകുന്ന ഒരു റെസിപ്പിയാണ്. എന്താ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഈ ഒരു റെസിപ്പിയിൽ? അരിയുടെ വേവാണ് അത് മെയിനായിട്ട് നോക്കാനുള്ളതെന്ന് വെച്ചാൽ ഈ വെള്ളം വറ്റിക്കഴിഞ്ഞാൽ അരി നമ്മളുടെ പാകത്തിനുള്ള വേവായിട്ടുണ്ട്. പിന്നെ നമ്മൾ അധികം ഒത്തിരി ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ആ വെള്ളം വറ്റുമ്പോൾ തന്നെ നമ്മൾ തീ ഓഫ് ചെയ്താൽ മതി. ഇടയ്ക്കിടയ്ക്ക് നോക്കണം, അതാണ് പ്രധാനം. അതെ, ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. നോക്കിക്കോട്ടെ, നമുക്കൊന്ന് നോക്കാം. ഇല്ല, കുറച്ചുകൂടെ വറ്റാനുണ്ട്. ഇപ്പോൾ കുറച്ചും കൂടി വറ്റാണ്ട്. ഇത് അടുപ്പത്ത് വെച്ച് എവിടെയും പോകരുത്, അടുത്ത് തന്നെ വന്നിരുന്ന് നോക്കണം. അതാണ് മെയിനായിട്ടുള്ള സംഭവം. അപ്പോൾ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം ഇതെന്തോ ആയിട്ടുണ്ടോയെന്ന്. ഓക്കെ ഓക്കെ, ഇത് റൈസ് ഇപ്പോൾ അരി വെള്ളം ഒരു വറ്റിയിട്ടുണ്ട്, ഒരു കുറച്ചുകൂടെ വറ്റാനുണ്ട്. ഇത് ബസ്മതി റൈസാണ്. ബസ്മതി തന്നെയാണോ എല്ലാ ഫ്രൈഡ് റൈസിനും? ഫ്രൈഡ് റൈസിന് ഞാൻ യൂസ് ചെയ്യുന്ന ഇതാണ് കുറച്ചുകൂടി എനിക്ക് ടേസ്റ്റി ആയിട്ട് തോന്നിയിട്ടുള്ളത്. പ്രത്യേകിച്ച് ബ്രാൻഡൊന്നുമില്ല, ഏത് ബസ്മതി ആയാലും മതി. കുട്ടികൾക്ക് കൊടുത്തുവിടാൻ ഞാൻ കുഴപ്പമില്ല. ഓക്കെ, നമുക്ക് ഇത്രയും മതിയാവും. ഓക്കെ, നമ്മൾ തീ കണക്കാണ്. നമ്മുടെ തീ ഓഫ് ചെയ്യാം. ഇതായിട്ടുണ്ട്. ഓക്കെ, ഇതിപ്പോൾ ഓഫ് ചെയ്തു. നമുക്ക് ഇതൊന്ന് മാറ്റി വെക്കാം. നമ്മളുടെ മുട്ട ഒന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കണം. ഓക്കെ ഓക്കെ, അപ്പം അതിനുള്ള പാത്രം വെച്ചു. ഗ്യാസ് ഓൺ ചെയ്യാൻ പോവാണ്. ഓക്കെ, ഇനി എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ്? ഞാനിവിടെ മുട്ട ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് പ്രത്യേകിച്ചൊന്നും ആഡ് ചെയ്യേണ്ട. ആവശ്യത്തിനുള്ള കുരുമുളക് ഉപ്പും ഇട്ടിട്ട് ഒന്നുകൂടി ഒന്നുകൂടി ഇളക്കിയെടുക്കാം. നമ്മൾ അതിനകത്തോട്ടേക്ക് കുറച്ച് എണ്ണ ഒഴിക്കുകയാണ്. വെളിച്ചെണ്ണയാണോ ഒഴിക്കുന്നത്? വെളിച്ചെണ്ണ. ഓക്കെ, ഇത്ര പോരെ, മതി. എണ്ണ ഒഴിച്ചതിന് ശേഷം ഇതിവിടെ ഈ മുട്ട മുട്ട ഒഴിച്ചു. സ്ക്രാമ്പിൾ ചെയ്തെടുക്കുന്ന പരിപാടി അല്ലേ? അതെ, സ്ക്രാമ്പിൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കടിക്കുമ്പോൾ ഒരു ടേസ്റ്റ് കിട്ടില്ലേ? ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് അത് മാത്രം കിട്ടിയാലും കൊച്ചുങ്ങൾക്ക് ഏകദേശം വയറ് നിറയും ചെയ്യും, ആവശ്യമുള്ള സാധനങ്ങൾ കിട്ടുകയും ചെയ്യും അല്ലേ? ഇത് ഏകദേശം മുട്ട സ്ക്രാമ്പിൾ ആയിട്ടുണ്ട്. നമുക്കിനി ഇത് മാറ്റി വയ്ക്കാം. ഓക്കെ, ഞാൻ പഠിക്കാം. ഓക്കെ, കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ നമുക്കൊന്ന് എണ്ണയിലൊന്ന് സോട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് നമുക്ക് പാത്രം വെച്ചു. ആ മുട്ട സ്ക്രാമ്പിൾ ചെയ്ത പാത്രം സെയിം പാത്രം. ഓക്കെ, അധികം പാത്രമായ പണി കൂടുതലാണ്. അപ്പം നമ്മൾ സൂക്ഷിച്ച് ആയിട്ടല്ലേ ചെയ്യുന്ന ഫ്രൈഡ് റൈസ്. അപ്പം നമ്മൾ അതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ എന്ത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഓക്കെ, സൺഫ്ലവർ ഓയിലാണെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ് ഫ്രൈഡ് റൈസിന് ഫ്ലേവർ അല്ലേ? അതെ. അപ്പോൾ എന്തൊക്കെ സാധനങ്ങളാണ് ഇതിന് വേണ്ട? പച്ചക്കറികൾ നമുക്ക് ഇഷ്ടമുള്ള പച്ചക്കറികൾ എടുക്കാം. നമ്മളിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്ന ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് ക്യാബേജ് എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് കോൺ എടുത്തിട്ടുണ്ട്. എന്ത് കോണാ? ബേബി കോണാണോ? എന്ത്? നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന കോണില്ലേ, അതാണ്. പിന്നുള്ളത് കുറച്ച് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി. അത് ഒത്തിരി വേണ്ട, കുട്ടികൾക്കല്ലേ, അപ്പോൾ അവർക്ക് അതിൻ്റെ ആ ഒരു ഇത് ഒത്തിരി കടിക്കുമ്പോൾ ഇഷ്ടപ്പെടില്ല. അതുകൊണ്ട് അത് വളരെ കുറച്ചെടുത്താൽ മതി. ദെൻ ഇതെല്ലാം നമുക്കൊന്ന് സോട്ട് ചെയ്തെടുക്കാം. ഓക്കെ, നമ്മളിപ്പോൾ എല്ലാം പ്രിപ്പയർ ചെയ്യുന്ന ഒരാൾക്ക് ഒരു കുഞ്ഞിന് ഉച്ചക്ക് കഴിക്കാനുള്ള റെസിപ്പിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എല്ലാ അതുകൊണ്ട് ആ ഒരു ക്വാണ്ടിറ്റിയിൽ എടുത്തിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഗ്ലാസ് അരി നമ്മൾ കോൺ കുറച്ച് അധികം ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ അത് കൂടുതൽ എടുത്തിരിക്കും. ഓക്കെ, നമ്മുടെ കൊച്ചിൻ്റെ ഇഷ്ടം അറിഞ്ഞ് നമ്മൾ ചെയ്യുക, അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇതാദ്യം ഒന്നിട്ട് ഒരു 2 അല്ലി വെളുത്തുള്ളി, കുറച്ച് ഇഞ്ചി, ചെറിയൊരു പീസ് ഇഞ്ചി, ഒരു ഹാഫ് പച്ചമുളക്. ഇതൊന്ന് വാടി സോട്ടായി വരുമ്പോഴേക്കും നമുക്ക് അതിനകത്തേക്ക് കുറച്ച് 2 കുഞ്ഞു ക്യാരറ്റ് അല്ലേ? അതെ, 2 കുഞ്ഞു ക്യാരറ്റ് നമ്മൾ ഇട്ടിട്ടൊന്ന് സോട്ട് ചെയ്യും. ഓക്കെ, ആ പരിപാടി കഴിഞ്ഞതിന് ശേഷം അതും കൂടി ഇട്ട് കഴിഞ്ഞിട്ട് ക്യാബേജ്. അടുത്തത് ക്യാബേജ്, കുഞ്ഞൊരു ക്യാബേജ്, ചെറിയൊരു ക്യാബേജ് അത്ര ഇഷ്ടമല്ല, അതുകൊണ്ടാണ് ഞാൻ എല്ലാം കുറച്ച് ഇഷ്ടമുള്ളത് കുറച്ച് അധികം എടുത്ത്. ഓക്കെ, ഇതൊക്കെ ഒരു പറ്റിക്കൽ പരിപാടിയാണ്. കൊച്ചുങ്ങളുടെ ഇഷ്ടം നോക്കിയിട്ടുള്ള വെജിറ്റബിൾസ് ഇടുക. കുട്ടികളുടെ ഇഷ്ടം എന്താണോ അത് നോക്കിയിട്ടുള്ള വെജിറ്റബിൾസ് കുറച്ച് കൂടുതൽ ആഡ് ചെയ്യാം. ഓക്കെ, എന്ത് വെജിറ്റബിൾസ് ഇട്ടിട്ടും നമുക്ക് ഉണ്ടാക്കാം. കുറച്ചൊന്ന് കടിക്കാൻ കിട്ടുന്ന സാധനങ്ങൾ. പിന്നെ കൂടുതലും നമ്മൾ ഫ്രൈഡ് റൈസിൽ ഈ ടൈപ്പ് വെജിറ്റബിൾ, ബീൻസ്, ക്യാരറ്റ്, ക്യാബേജ് ഇതൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. കുറച്ച് ഉപ്പിടാം, ഇതൊന്ന് വഴന്നു വരാൻ വേണ്ടിയിട്ട് മാത്രം. ഓക്കെ,
പാകത്തിനുള്ള ഒന്ന് സോട്ട് ചെയ്തെടുക്കുകയാണ്. ഒന്ന് സോട്ട് ചെയ്യാം. അതിന് ഇത് സോട്ടിംഗ് ഒക്കെ എത്ര മിനിറ്റ് എടുക്കും? ഒത്തിരി സമയമൊന്നും വേണ്ട, നമുക്ക് ജസ്റ്റ് ഇതൊന്ന് വാടി കിട്ടിയാൽ മതി. ഇതൊരുവിധം വാടി വന്നിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന റൈസ് ഇട്ട് കൊടുക്കാം. റൈസ് നമ്മൾ ഇടുകയാണ്. തീ നന്നായിട്ട് കുറച്ച് വെക്കണേ. ഓക്കെ, ആ ഒരു ടൈമിൽ തീ നന്നായിട്ട് കുറച്ച് വെക്കണം. ഇനി പുതിയ ന്യൂ മോംസിനോട് പറയാനുള്ളത്, ഇതൊക്കെ സൂക്ഷിച്ചും കണ്ടും ചെയ്തില്ലെങ്കിൽ പണിപ്പാളും. നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇതൊരു എഗ് പ്ലസ് വെജ് എന്ന മിക്സഡ് ഇതാണ് അല്ലേ? അതെ, വെജ് ഫ്രൈഡ് റൈസ് ആണ്. എന്തൊക്കെയാണ് ഞാൻ പറയുന്നത്, എല്ലാ ന്യൂട്രീഷൻ ഉണ്ട് ഇതിനകത്ത്. പെപ്പർ പൗഡർ ഇട്ട് കൊടുക്കണം. ഈ മിക്സ് ചെയ്തതിൻ്റെ അടുത്താണ് പെപ്പർ പൗഡർ ഇടുന്നത് അല്ലേ? അത് എനിക്ക് വെറൈറ്റി അറിയാം കേട്ടോ. ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ എല്ലാത്തിൻ്റെയും കൂടെ പെപ്പർ ഇട്ടിട്ടാണ് നടക്കുന്നത്. കാണാനൊരു നല്ലൊരു കളറാണ്. ഇടയ്ക്കിടയ്ക്ക് പച്ചയും. നമ്മൾ നേരത്തെ സ്ക്രാമ്പിൾ ചെയ്ത് വെച്ചിരിക്കുന്ന എഗ്ഗ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നേരത്തെ സ്ക്രാമ്പിൾ ചെയ്ത് വെച്ചേക്കുന്ന എഗ്ഗിനെ നമ്മൾ മിക്സ് ചെയ്ത് കയറ്റാൻ പോവാണ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ പരിപാടി മൊത്തത്തിൽ അല്ലേ? ഇത്ര സിമ്പിളായ സാധനമാണ്. ഒരു കൂടിപ്പോയ ഒരു 10-15 മിനിറ്റ് അല്ലേ? അതെ അതെ, 15 മിനിറ്റിനുള്ളിൽ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന സാധനം. എത്ര ഗ്ലാസ് അരിയാണ് മെയിൻലി ഒരു കുഞ്ഞിന് എന്ന് പറയുമ്പോൾ? ഒരു കുഞ്ഞിന് ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് അവന് അധികമാണ്. ഒരു എൻ്റെ മോനാണെങ്കിൽ ഒരു ഹാഫ് ഗ്ലാസ് മതി. ഹാഫ് ഗ്ലാസ് ആകുമ്പോൾ വെള്ളം എത്ര എടുക്കണ്ടേ? അതിൻ്റെ ഒരു 1 ഗ്ലാസ്. ഹാഫ് ഗ്ലാസ് അരിക്ക് 1 ഗ്ലാസ് വെള്ളം വേണം. അപ്പോൾ അങ്ങനെയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു 1 ഗ്ലാസ്സിനുള്ള പ്രിപ്പറേഷനാണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത്. അതാണ് ഇതിൻ്റെ കണക്കല്ലേ? അതെ, 2 പിള്ളേരുണ്ടെങ്കിൽ ഇത് കൊണ്ടുപോകാം. 2 പേർക്കും കൂടി കൊണ്ടുപോകാൻ അത്ര മതിയാവും. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരു സാധനം നോക്കി ഇതിൻ്റെ കൂടെ വേണ്ട അല്ലേ? വേണ്ട, അവർക്ക് കഴിക്കാനായിട്ട് ഇത് തന്നെ മതി. മീൻസ് കറികളൊന്നും വേറെ എക്സ്ട്രാ ആവശ്യമില്ല. എഗ്ഗ് ഉള്ളതുകൊണ്ട് അവർക്ക് കഴിക്കാനും കിട്ടും. ആ ഒരു നല്ല ടേസ്റ്റി ആയിട്ട് അവർക്ക് കഴിക്കാൻ പറ്റും. അതെ, വേറെ സൈഡ് ഡിഷ് ഒന്നും ഇല്ലാതെ തന്നെ കഴിക്കാൻ പറ്റുന്ന ഒരു ഈസി ഫ്രൈഡ് റൈസാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കിയത്. നല്ല മണവും വരുന്നുണ്ട്. എഗ്ഗിൻ്റെയും വെജിറ്റബിൾ സോട്ടായതിൻ്റെ നല്ല സ്മെല്ല് വരുന്നുണ്ട്. അപ്പം നമ്മളുടെ ഫ്രൈഡ് റൈസ് ഇവിടെ ആയിട്ടുണ്ട്. നമുക്കിനി തീ ഓഫ് ചെയ്യാം. നമുക്കിനി ഇത് സെർവിങ് ഡിഷിലേക്ക് മാറ്റുകയാണ്. ഓക്കെ, മാറ്റിക്കോ, ഞാൻ പിടിക്കാം. ശരി. ആക്ച്വലി ടേസ്റ്റ് ചെയ്യേണ്ടത് ഞാനല്ല, പിള്ളേരാണ്. എന്നാലും ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം അല്ലേ? ഓക്കെ. നല്ല ടേസ്റ്റാണ്. അരി ഓവർ കുക്ക്ഡ് ആയിട്ടില്ല. എല്ലാ സാധനവും പെർഫെക്റ്റ് ആയിട്ടുണ്ട്. അത് എനിക്ക് എഗ്ഗ് എടുത്തു. സൂപ്പർ ടേസ്റ്റാണ്. നിങ്ങൾ കൊച്ചുങ്ങൾക്ക് എന്തായാലും ഇത് ഇഷ്ടം. നമുക്ക് കൊച്ചുങ്ങൾക്ക് കൊടുത്തിട്ടും കാണാം അവരെങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത്. സൂപ്പർ സാധനമാണ്. ഈസി റെസിപ്പിയാണ്. ന്യൂ മോംസ് ഒരു പേടിയും വേണ്ട. ലഞ്ച് ബോക്സ് റെസിപ്പി ഇനി നമ്മൾ കൊണ്ടുവരും. അപ്പോൾ ഇതാ ഈ ഫുഡ് നമ്മൾ ലഞ്ച് ബോക്സ് റെസിപ്പിയിലുള്ള ലഞ്ച് ബോക്സ് നമുക്ക് പിള്ളേർക്ക് കൊടുക്കാൻ പോകണേ. എക്സൈറ്റ് എന്താ പറയുക, അവരെ റിയാക്ഷൻ അറിയാൻ വേണ്ടിയിട്ട്. ഇത് കണ്ട കൊതി മുമ്പൊക്കെയാണ് തിന്നണ്ടേ. തുറക്കട്ടെ ഞാൻ. എന്താണ് ചെക്കപ്പ ഇതിനകത്ത്? എന്താ ഇതിനകത്ത്? ഹൈ എല്ലാ അമ്മമാരും എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത് ട്രൈ ചെയ്ത് നോക്കിയത്. കൊച്ചുങ്ങളുടെ ലൈവ് റിസൾട്ടാണ് ഇവിടെ കാണുന്നത്. ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അപ്പോൾ നമുക്ക് ഇന്നത്തെ പരിപാടി നിർത്താം. ഓക്കെ, അപ്പോൾ ടാറ്റാ ബൈ. ഇനി പുതിയ ലഞ്ച് ബോക്സ് റെസിപ്പീസുമായിട്ട് പുതിയ ഡിഷസുമായിട്ട് നമ്മൾ രഞ്ജു ധനുഷിൻ്റെ കൂടെ ഇങ്ങോട്ടേക്ക് എന്തായാലും വരും. അപ്പോൾ എല്ലാവരും ചേർന്ന് ടാറ്റ പറയാം. ബൈ.